അഫീസ് നോട്ട്ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേതൊരു റീയൂസ് ടെക്നിക്ക് വീഡിയോ തന്നെയാണ് കേട്ടോ. ഇതുപോലത്തെ നൈറ്റ് ഡ്രസ്സ് ഉണ്ണികൾക്ക് നമ്മൾ ഉറങ്ങുമ്പോൾ ഇട്ട് കൊടുക്കണം. ഇതുപോലത്തെ സ്ലീപ്പ് സ്യൂട്ട്സ് അല്ലെങ്കിൽ നൈറ്റ് വെയർസൊക്കെ കുറച്ച് കഴിയുമ്പോൾ അവർക്കത് പാകില്ലാണ്ടായി തുടങ്ങും. അതായത് ഒരു ടൈറ്റ് ഫീൽ ചെയ്യും നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ. ഇതുപോലത്തെ കുറേ ഡ്രസ്സ് ഉണ്ടാവും. ചിലപ്പോൾ ചിലതിങ്ങനെ കൈയുള്ള ടൈപ്പ് ഉണ്ടാവും, ചിലത് ബനിയനുള്ളിൽ ഇട്ടിട്ടുള്ള ടൈപ്പ് ഉണ്ടാവും. അപ്പം അങ്ങനത്തതൊക്കെ നമുക്കൊന്ന് റീയൂസ് ചെയ്തിട്ട് അതൊരു പാൻ്റാക്കി എടുക്കാം. പാൻ്റാക്കി യൂസ് ചെയ്യുമ്പോൾ അത് അത്ര വലിയ ടൈറ്റ് ഉണ്ടാവില്ല. അങ്ങനെ തയ്ച്ചെടുത്തൊരു പാൻറ്റാണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുൻപായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണോ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് അതിൽ ഓൾ തന്നെ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ചില ഡ്രസ്സിന് കേടൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ കൈക്കുഴിയിൽ അവിടെ വെച്ച് മുറിച്ചിട്ട് ഇതുപോലെ എലാസ്റ്റിക് ഇട്ട് കൊടുത്തൊരു പാൻ്റാക്കി എടുക്കാം. അപ്പോൾ രാത്രി ഇട്ട് കൊടുക്കാം. ഫുൾ കവറിങ് ആയിട്ടുള്ള പാൻറ്റും അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലത്തെ ഇറക്ക് കുറഞ്ഞ പോലത്തെ ഡ്രസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒരു പാൻ്റാക്കി എടുക്കാം. കൈക്കുഴിയിൽ അവിടെ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പരമാവധി ലെങ്ത്ത് കിട്ടും. വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ ദേ രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കട്ട് ചെയ്ത ഭാഗം ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് പിന്നെ താഴേക്ക് ഒന്നും കൂടെ മടക്കിയിട്ട് നമുക്ക് ചുറ്റും അടിച്ചു കൊടുക്കാം. ചുറ്റും അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, 1 ഇഞ്ച് ഗ്യാപ്പ് നമ്മൾ അവിടെ വിടണം. എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗ്യാപ്പ് വിടുന്നത്. അപ്പോൾ അതേ പറഞ്ഞ പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട്. മറ്റേ പീസും ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. ചെറിയ എലാസ്റ്റിക് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറുതുണ്ടായിരുന്നില്ല, ഞാൻ വലുതൊന്ന് പകുതിയാക്കി മുറിച്ചിട്ട് അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ സൂചി അറ്റത്ത് കുത്തിയിട്ട് ഉള്ളിലേക്ക് നമ്മൾ പാൻറ്റിൻ്റെ വള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്ന പോലെ ഇടാം. എലാസ്റ്റിക് ഇട്ട് കൊടുത്ത ഹോളിക്ക് തന്നെ ഒരറ്റത്തു നിന്ന് നമ്മൾ റൗണ്ട് ചെയ്ത് വന്ന് അപ്പുറത്തെ അറ്റത്ത് ഇപ്പോൾ 2 അറ്റങ്ങൾ വരുമല്ലോ. അപ്പോൾ ആ 2 എലാസ്റ്റിക് കൂട്ടി അടിച്ചിട്ട് ഈ സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നമ്മൾ 1 ഇഞ്ച് വിട്ട ഗ്യാപ്പ് നമ്മൾ ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ 2 പാൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ പാകില്ലാണ്ടിരിക്കുന്ന നൈറ്റ് ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.